20 വർഷങ്ങൾക്ക് ശേഷമുള്ള അബ്ദുറഹീമിൻ്റെ നാട്ടിലേക്കുള്ള തിരിച്ചു മടങ്ങി വരവ്, അത് എല്ലാവരും കൂടി ഇങ്ങനെ സന്തോഷിക്കുന്ന ആ ഒരു നിമിഷത്തിൽ നാം മനസ്സിലാകാതെ പോകുന്ന ഒരു കാര്യം കൂടിയുണ്ട്. അത് നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. റഹീമിൻ്റെ ആ ഒരു സന്തോഷം നമ്മളെല്ലാവരും പങ്കുവെക്കുന്ന ആ വേളയിൽ ആ ഒരു കാര്യം കൂടി മനസ്സിലാക്കാതെ പോകരുത്. പുറമേ നിന്ന് നോക്കുന്ന സമയത്ത് അബ്ദുറഹീമിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ ഒരു സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് എങ്കിൽ പോലും അബ്ദുറഹീമിൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ അദ്ദേഹത്തെ വേദനിപ്പിക്കുന്ന ഒരു സംഭവം കൂടിയുണ്ട്. 20 വർഷത്തെ സൗദി അറേബ്യയിലെ ജയിൽവാസത്തിന് ശേഷം ആ ഒരു തൂക്കുമരത്തിൻ്റെ മുന്നിൽ നിന്ന് സ്വന്തം മണ്ണിലേക്ക്, തൻ്റെ ഉമ്മയുടെ അരികിലേക്ക് അബ്ദുറഹീം തിരിച്ചെത്തി. കേരളക്കര ഒന്നടങ്കം ഒന്നിച്ചു നിന്ന് കോടികൾ പിരിച്ചെടുത്ത് ആ മോചനദ്രവ്യം നൽകിയപ്പോൾ അത് ലോകത്തിന് മുന്നിൽ മലയാളികളുടെ ഒരുമയുടെ വലിയൊരു സംഭവമായി മാറി. അബ്ദുറഹീമിനെ എയർപോർട്ടിൽ സ്വീകരിക്കാൻ തടിച്ചുകൂടിയ ആയിരങ്ങളെ നമ്മൾ കണ്ടു. തൻ്റെ പ്രിയപ്പെട്ട ഉമ്മയെ കെട്ടിപ്പിടിച്ച് അബ്ദുറഹീം കരയുന്ന കാഴ്ച കണ്ട് നമ്മുടെയൊക്കെ കണ്ണുകൾ നിറഞ്ഞു. പക്ഷേ ഈ വലിയ സന്തോഷത്തിനിടയിലും ആ കോടമ്പുഴയിലെ വീട്ടിൽ വലിയൊരു ശൂന്യതയുണ്ട്. അബ്ദുറഹീം തൻ്റെ വീടിൻ്റെ ഉമ്മറത്തേക്ക് കയറി ചെല്ലുന്ന സമയത്ത് തന്നെ വളർത്തി വലുതാക്കിയ, തന്നെ പോറ്റി വളർത്തിയ ഒരു മനുഷ്യൻ അവിടെയില്ല. അതെ, അബ്ദുറഹീമിൻ്റെ പിതാവ്. വർഷങ്ങൾക്ക് ശേഷം തൻ്റെ മകൻ തിരിച്ചു വരുന്നത് കാണാൻ ആ ഉപ്പ ആ വീട്ടിലില്ല. അബ്ദുറഹീമിൻ്റെ കൈകളൊന്ന് ചേർത്ത് പിടിക്കാൻ, പൊന്നുമോനെ എന്ന് വിളിക്കാൻ ഭാഗ്യമില്ലാതെ ആ ഉപ്പ യാത്രയായി. മുഹമ്മദ് കുട്ടി എന്നാണ് അബ്ദുറഹീമിൻ്റെ ഉപ്പയുടെ പേര്. അബ്ദുറഹീം ജയിലിലായി വെറും 6 മാസങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹം മരണപ്പെട്ടു പോകുന്നത്. നമുക്ക് വൃദ്ധരായ ആ മാതാപിതാക്കളെ നോക്കാൻ വേണ്ടി പ്രവാസ ലോകത്തേക്ക് പോയ തങ്ങളുടെ സ്വന്തം മകൻ ഇത്തരത്തിൽ ഒരു വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന ആ ഒരു സാഹചര്യത്തിൽ ആ മാതാപിതാക്കൾക്ക്, പ്രത്യേകിച്ച് ഉപ്പയ്ക്കൊക്കെ വലിയ രീതിയിലുള്ള മാനസിക പ്രയാസങ്ങളിലൂടെ അവർ കടന്നുപോയിട്ടുണ്ടാകണം. നമുക്ക് ആ ഒരു സാഹചര്യത്തിൽ അബ്ദുറഹീം ആ ജയിലിൽ കിടന്നുകൊണ്ട് തൻ്റെ ഉപ്പയുടെ മരണവാർത്ത അറിയുന്ന ആ ഒരു മാനസികാവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഗൾഫിലെ ജയിലിൻ്റെ 4 ചുവരുകൾക്കുള്ളിൽ ഇരുന്നു കൊണ്ട് റഹീം ഈ വാർത്ത അറിയുമ്പോഴുള്ള അവസ്ഥ എന്തായിരിക്കും? തൻ്റെ പ്രിയപ്പെട്ട ഉപ്പയുടെ മരണവാർത്ത ഒരുപക്ഷെ വളരെയധികം നെഞ്ചുപൊട്ടിക്കൊണ്ടായിരിക്കും അബ്ദുറഹീം ജയിലിനുള്ളിൽ വെച്ചുകൊണ്ട് അത് കേട്ടിട്ടുണ്ടാവുക. ഒരുപാട് കരഞ്ഞിട്ടുണ്ടാകും, സങ്കടപ്പെട്ടിട്ടുണ്ടാകും. അതിനേക്കാളേറെ ഏറ്റവും കൂടുതലും വിഷമമുണ്ടാക്കുന്നത് മരണപ്പെട്ടു പോയ തൻ്റെ പ്രിയപ്പെട്ട ഉപ്പയുടെ ആ അവസാന നിമിഷത്തിൽ ആ ഉപ്പയെ ഒന്ന് കാണാൻ പോലും കഴിയാതെ, ആ ഉപ്പയുടെ ഖബറടക്കൽ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിയാതെ, ആ ഉപ്പയ്ക്ക് വേണ്ടി ആ ഖബറിൽ ചെന്നുകൊണ്ട് ഒന്ന് പ്രാർത്ഥിക്കാൻ പോലും കഴിയാത്തൊരവസ്ഥ. അത് വല്ലാത്തൊരവസ്ഥയാണ്. അത്തരമൊരവസ്ഥ നമുക്കാർക്കും ഉണ്ടാകാതിരിക്കട്ടെ. നമുക്ക് അബ്ദുറഹീം നാട്ടിലേക്ക് എത്തിയതിന് ശേഷം അദ്ദേഹം ആദ്യം പോകുന്നത് തൻ്റെ പ്രിയപ്പെട്ട ഉപ്പയുടെ ഖബറിനരികിലേക്കാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വീഡിയോ നിങ്ങളെ ഞാനൊന്ന് കാണിക്കാം. റഹീംക പള്ളിയിലൊക്കെ കയറി ഉപ്പാൻ്റെ ഖബറുമ്പുറത്തൊക്കെ പോയി വരികയാണ്. ഇപ്പം ആൾക്കൂട്ടങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി റഹീംക ഇവിടെ സ്വസ്ഥമായിട്ട് നല്ലൊരു ജീവിതം നയിക്കാൻ പോവുകയാണ്. എല്ലാവിധ ആശംസകളും നേരാണല്ലേ. ഏതായാലും 20 വർഷത്തെ ജയിൽവാസത്തിനൊടുവിൽ സ്വന്തം നാട്ടിൽ തിരിച്ചെത്തി നാട്ടുകാരെയൊക്കെ കണ്ട് സന്തോഷം പങ്കിടുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. തൻ്റെ പ്രിയപ്പെട്ട ഉപ്പയുടെ ആ ഒരു ഖബർ നിറങ്ങി നിൽക്കുന്ന സമയത്ത് ആ ഉപ്പയുടെ ഖബറിന് മുകളിൽ അബ്ദുറഹീമിൻ്റെ കണ്ണുനീർ തുള്ളികൾ വീഴുന്നുണ്ടാകും. ആ നിമിഷത്തേക്കാൾ വൈകാരികമായ നിമിഷം മറ്റെന്തുണ്ട്? ഒരുപക്ഷെ ആ ഖബർ നിറങ്ങി നിന്നുകൊണ്ട് അബ്ദുറഹീം പറഞ്ഞിട്ടുണ്ടാകും, ഉപ്പ ഞാനിതായി എത്തിയിരിക്കുന്നു, പക്ഷേ അത് കാണാൻ നിങ്ങളില്ലാതായിപ്പോയി. ഞാൻ ഉമ്മയുടെ അരികിലേക്ക് ചെന്നു, ആ ഉമ്മയെ ഞാൻ നെഞ്ചോട് ചേർത്ത് പിടിച്ചു എന്നൊക്കെ വൈകാരികമായിക്കൊണ്ട് ഒരുപക്ഷെ ഉപ്പയുടെ ഖബറിനെ നോക്കി അബ്ദുറഹീം പറഞ്ഞിട്ടുണ്ടാകും. ഇതോടൊപ്പം അബ്ദുറഹീമിൻ്റെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനസ്സിൽ വർഗീയതയും വിദ്വേഷവും കൊണ്ട് മാത്രം ജീവിക്കുന്ന കുറേ ആളുകൾ സമൂഹ മാധ്യമങ്ങളിലൂടെ വലിയ രീതിയിലുള്ള വിദ്വേഷങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. വാ തുറന്നു കഴിഞ്ഞാൽ വർഗീയതയും വിദ്വേഷവും മാത്രം പറയുന്ന ശശികലയടക്കമുള്ള മനസ്സിൽ വർഗീയത കൊണ്ട് മാത്രം ജീവിക്കുന്ന കുറേ ആളുകളുടെ കമൻറ്റുകൾ കാണാൻ സാധിച്ചു. അതിൽ ശശികലയുടെ കമൻറ്റ് ഇങ്ങനെയാണ്: വീരാരാധനയാകാം, പക്ഷേ ഒരു കൊലക്കേസ് പ്രതിയെ, അതും ഒരു ഭിന്നശേഷിക്കാരൻ ബാലനെ കൊന്ന കേസിൽ ജയിൽവാസം കഴിഞ്ഞിറങ്ങിയ ഒരു പ്രതിയെ നമുക്കേ കഴിയൂ, മറ്റാർക്കും കഴിയില്ല. ഇത് കേരളമല്ലേ? ഹരിദാസൻ എന്ന് പറയുന്ന മറ്റൊരു വിഷപ്പാമ്പ് സമൂഹമാധ്യമങ്ങളെ കുറിച്ചൊരു പോസ്റ്റ് ഇങ്ങനെയാണ്: ഗൾഫിൽ കൊലപാതകം നടത്തിയതിന് ശിക്ഷിക്കപ്പെട്ട അബ്ദുറഹീമിനെ വധശിക്ഷയിൽ നിന്നും വിട്ടയക്കപ്പെട്ടത് നല്ല കാര്യം തന്നെ. എന്നാൽ ഒരു കൊലപാതകം ചെയ്ത അബ്ദുറഹീമിൻ്റെ വീരപരിവേഷം ചാർത്തി നൽകുന്ന മലയാള മാധ്യമ സമീപനം അസഹനീയമായി തോന്നുന്നു. നോക്കി, എന്തൊരു സ്ത്രീയാണ്. പേരാകട്ടെ ശശികല ടീച്ചറാണെന്ന് പോലും. നിങ്ങൾ എന്ത് ടീച്ചറാണ്? നിങ്ങൾ എന്ത് അധ്യാപികയാണ്? എവിടെയും ഏതിലും സദാസമയവും മതം പറഞ്ഞ് വർഗീയത പറഞ്ഞ് ഇങ്ങനെ ജീവിക്കലാണ് ഇവിടെ സ്ഥിരം പരിപാടി എന്ന് പറയുന്നത്. സമൂഹത്തിന്
ഈ സ്ത്രീ ചെയ്ത ഏതെങ്കിലും ഒരു നല്ല കാര്യം, എന്തെങ്കിലും ഒരു നല്ല കാര്യം എവിടെയും പറയാൻ സാധിക്കില്ല. നല്ല കാര്യം ചെയ്യുകയുമില്ല. മറ്റുള്ളവർ ചെയ്തു കഴിഞ്ഞാൽ അതിൽ മതം കണ്ടെത്തി അതിൽ വിദ്വേഷം പ്രചരിപ്പിക്കലാണ് ഇവരുടെ സ്ഥിരം പരിപാടി. അബ്ദുറഹീമിൻ്റെ മതം, അബ്ദുറഹീമിൻ്റെ പേര്, അതാണ് ഇവരുടെ പ്രശ്നം. നിങ്ങൾക്കറിയാം, നിമിഷപ്രിയ എന്ന് പറയുന്നൊരു സഹോദരി യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ഇത്തരമൊരവസ്ഥയിലൂടെ കടന്നുപോയ സമയത്ത് ഈ പറയപ്പെടുന്ന ശശികലടക്കമുള്ള ഇത്തരം ആളുകൾക്ക് അതിനെക്കുറിച്ച് ഒരു അക്ഷരം പോലും മിണ്ടാൻ സമയമില്ല. കാരണം അവർ ഒരു മുസ്ലിം അല്ലാത്തതുകൊണ്ട്, അവരുടെ മതം ഒരു ഇസ്ലാം അല്ലാത്തതുകൊണ്ട് അതിൽ വലിയ സ്കോപ്പൊന്നും ഇവറ്റകൾ കണ്ടെത്തിയില്ല. മാത്രമല്ല, നിമിഷപ്രിയയുടെ വധശിക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിർണായകമായ ഇടപെടൽ നടത്തിയത് കാന്തപുരം ഉസ്താദായിരുന്നു. ആ കാന്തപുരം ഉസ്താദ് ആരായിരുന്നു? ഒരു മുസ്ലിമായ പണ്ഡിതൻ. വയോവൃദ്ധനായ ആ മനുഷ്യൻ ആ പ്രായത്തിലും ആ സഹോദരിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഇടപെടൽ നടത്തുകയും അതിനെ തുടർന്ന് ആ ഇടപെടൽ ഫലം കാണുകയും വധശിക്ഷ റദ്ദാക്കുകയും ചെയ്തു. അവിടെ കാന്തപുരം ഉസ്താദ് ആ സഹോദരിയുടെ മതം നോക്കിയില്ല. മനുഷ്യത്വം, മനുഷ്യൻ എന്നുള്ള ആ ഒരൊറ്റൊരു പരിഗണന കൊണ്ട് മാത്രമാണ് ഉസ്താദിൻ്റെ ഇടപെടലുണ്ടാകുന്നത്. ഇതോടൊപ്പം ഒരു കാര്യം കൂടി പറയേണ്ടതുണ്ട്. ഇവിടെ അബ്ദുറഹീമിൻ്റെ വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു കയ്യബദ്ധം കൊണ്ടാണ് അത് സംഭവിക്കുന്നത് എങ്കിൽ നിമിഷപ്രിയയുടെ വിഷയം അങ്ങനെയല്ല. തൻ്റെ ജീവൻ അപകടത്തിലാകുമെന്ന് തിരിച്ചറിഞ്ഞ നിമിഷപ്രിയ യമനിലെ ഒരു പൗരനെ കഷ്ണങ്ങളായി വെട്ടുനുറുക്കി വാട്ടർ ടാങ്കിലേക്ക് തള്ളുകയായിരുന്നു. എന്നിട്ടും മാനുഷിക പരിഗണന കൊടുത്തുകൊണ്ട് എങ്ങനെയെങ്കിലും ആ സഹോദരിയുടെ ജീവൻ തിരിച്ചു കിട്ടട്ടെ എന്നുള്ള ആ ഒരു തീരുമാനത്തിൽ മലയാളികൾ, അതിൽ ജാതിയും മതം നോക്കാതെ എല്ലാവരും ഒരുമിച്ച് കൂടുന്ന ഒരു കാഴ്ച നമ്മളെല്ലാവരും കണ്ടതാണ്. അതിനെക്കുറിച്ചൊന്നും ഈ ശശികലടക്കമുള്ള സകലതിനും ഒരക്ഷരം പോലും മിണ്ടാൻ വയ്യ. ഇതിനെയാണ് നല്ല ഒന്നാം തരം ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. പ്രായമായി, കിളവിയായി, ആളുകളുടെ നിരന്തരമായ പരിഹാസങ്ങളും കളിയാക്കലുകളും ചീത്തവിളിയും കേൾക്കാതെ ഈ സമൂഹത്തിന് നല്ല കാര്യങ്ങൾ ചെയ്ത്, പരോപകാരങ്ങൾ ചെയ്ത്, മനുഷ്യരെ ചേർത്ത് പിടിച്ച് നല്ലതുപോലെ ഒരു മനുഷ്യനായി ഇനിയെങ്കിലും ജീവിക്കാൻ ശ്രമിക്കാം.